ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 2 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. യോ മാമജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈർപ്രമുച്യതേ. യഹ യാതൊരുവൻ മാം എന്നെ അജം ജന്മമില്ലാത്തവനും, അതായത് ജനിക്കാത്തവനും, അനാദിം ച ആദി ഇല്ലാത്തവനും, ലോകമഹേശ്വരം സർവ്വലോകങ്ങളുടെയും മഹേശ്വരനായും അഥവാ നാഥനായും വേത്തി അറിയുന്നുവോ, സഹ അവൻ മർത്യേഷു മനുഷ്യരിൽ വച്ച് അസമ്മൂഢ മൂഢത്വം വെടിഞ്ഞവനായി അഥവാ മൂഢനല്ലാത്തവനായി, സർവപാപൈർ സകല പാപങ്ങളിൽ നിന്നും പ്രമുച്യതേ മുക്തനായിത്തീരുന്നു. യാതൊരുവൻ എന്നെ ജനനമില്ലാത്തവനും ആദിയില്ലാത്തവനും, അതായത് ഒരിക്കലും ജനിക്കാത്തവൻ, ലോക മഹേശ്വരനുമായി അഥവാ സർവ്വലോകങ്ങളുടെയും മഹേശ്വരനായി നാഥനായും അറിയുന്നുവോ, അവൻ മനുഷ്യരിൽ വച്ച് മൂഢത്വം വെടിഞ്ഞവനും സകല പാപങ്ങളിൽ നിന്നും മുക്തനായവനുമായിത്തീരുന്നു. ആദിയും അന്തവും ഇല്ലാത്തവനും, അതായത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ, ജനനവും മരണവും ഇല്ലാത്തവൻ, സകല ലോകങ്ങൾക്കും നാഥനും നാഥനും ആയ പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ എന്നറിയുന്നവർ സകല പാപങ്ങളിൽ നിന്നും മായയുടെ വ്യാമോഹങ്ങളിൽ നിന്നും മുക്തനായി ഭഗവാനിൽ ലയിക്കുന്നു. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് അനാദിയായ പൊരുളാണ്, എന്നെന്നും നിലനിൽക്കുന്ന ചൈതന്യമാണ് എന്ന് അറിയുന്നവൻ. അറിയുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കേട്ടറിവല്ല, വായിച്ചറിവല്ല, ഉൾക്കൊള്ളുക, റിയലൈസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിനെ ഉൾക്കൊള്ളുന്നവർ, അതിനെ സ്വാംശീകരിക്കുന്നവർ, അങ്ങനെയുള്ളവർ സകല പാപങ്ങളിൽ നിന്നും മുക്തനായി ഭഗവാനിൽ ലയിക്കുന്നു. എന്നാൽ ഇപ്രകാരം ആത്മസാക്ഷാത്കാരത്തിൻ്റെ തലത്തിലേക്ക് ഉയരുന്നവർ തുലോം വിരളമാണ്, വളരെ ചുരുക്കമാണ്. നമ്മൾ 7-ാം അധ്യായത്തിൽ പഠിച്ചതാണ് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ എന്നത്. അതായത് ആയിരങ്ങളിൽ ഒരുവൻ മാത്രമാണ് ആ വഴി മുന്നോട്ട് സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തുന്നത്. ജീവാത്മാക്കൾ ജന്മമെടുക്കുന്നത് അവരവരുടെ പൂർവ്വ ജന്മകർമ്മ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുനർജന്മം ലഭിക്കുന്നത്. എങ്ങനെയുള്ള കുലത്തിൽ ജനിക്കണം, മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മഫലങ്ങളാണ്. എന്നാൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത് സ്വ ഇച്ഛയാലാണ്. ഒരു കർമ്മഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ ജീവാത്മാക്കൾ ജനിക്കുന്നത് പോലെയല്ല. മനുഷ്യരൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് സ്വ ഇച്ഛയാലാണ്. എവിടെ എപ്പോൾ അവതരിക്കണം, ആരായിരിക്കണം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവയെല്ലാം അവിടുന്ന് സ്വയം തീരുമാനിച്ചാണ് അവതരിക്കുന്നത്. അവരെയെല്ലാം ഭഗവാൻ തിരഞ്ഞെടുക്കുകയാണ്. തൻ്റെ അവതാര ലീലകൾക്ക് വേണ്ടി തൻ്റെ മാതാവാകേണ്ടതാര്, പിതാവാകേണ്ടതാര്, സഹോദരങ്ങളാകേണ്ടതാര്, കൂട്ടുകാരാകേണ്ടതാര്, ഇതെല്ലാം സ്വയം മുൻകൂട്ടി തീരുമാനിച്ചാണ് ഭഗവാൻ അവതരിക്കുന്നത്. എന്നാൽ മായയിൽപ്പെട്ട് ഉഴലുന്ന സാധാരണ മനുഷ്യന് തന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യനായി മാത്രമേ ഭഗവാനെ കാണുവാൻ കഴിയുകയുള്ളൂ.
ഒരു ആത്മാന്വേഷകന് മാത്രമേ ഭഗവാന്റെ മഹിമകളെ കാണുവാനും അറിയുവാനുമുള്ള ഉൾക്കാഴ്ച ലഭിക്കുകയുള്ളൂ. ആ ഉൾക്കാഴ്ച ലഭിക്കണമെങ്കിൽ മുജ്ജന്മ പുണ്യഫലങ്ങളുടെ അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഉൾക്കാഴ്ചയും ലഭിക്കുകയുള്ളൂ. ഭഗവാനെ അറിയുക എന്നാൽ ഭഗവാനുമായി ഒന്നു ചേരുക എന്നർത്ഥം. പഞ്ചസാരയെപ്പറ്റി എത്ര പഠിച്ചാലും വായിച്ചാലും ഒന്നും അതിൻ്റെ മാധുര്യം അറിയാൻ കഴിയില്ല. ഒരു തരി നാവിലിട്ട് അലിയിച്ചാൽ ഈ വായനയുടെയോ പഠനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അതിൻ്റെ മാധുര്യം അനുഭവവേദ്യമാകും. അപ്രകാരം ഭഗവാനെ അനുഭവിച്ചറിയുന്നവർ സകല പാപങ്ങളിൽ നിന്നും മോചിതരായി സാക്ഷാത്കാരത്തെ പ്രാപിക്കുന്നു. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.